ലഡാക്കിലെ ജെൻസി വിപ്ലവം അതിനെപ്പറ്റി സംസാരിക്കുന്നതിന് മുൻപ് ഇത് 2 ദിവസം കഴിഞ്ഞോട്ടെ എന്ന് ഞാൻ കരുതി. കാര്യം നമുക്ക് കുറച്ച് യാഥാർത്ഥ്യ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാനുണ്ട്. അപ്പോൾ സോനു വാങ്ചുക് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ ലഡാക്ക് പ്രദേശത്തിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ടും ഷെഡ്യൂൾ 6 ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന സമരം നിരാഹാര സമരമാണ് കിടന്നിരുന്നത്. പക്ഷെ സംഗതി അങ്ങ് വയലന്റായി. നേപ്പാൾ എന്നുള്ള ഒരു 10-12 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷെ കലാപം ഉണ്ടായപ്പോൾ ഉടനെ സോനു വാങ്ചുക് പറഞ്ഞു, ഇതൊന്നും എന്റെ മാർഗമല്ല, അതുകൊണ്ട് ഈ സമരത്തിൽ നിന്നും പുള്ളി പിന്മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി നിരാഹാര സമരം അവസാനിപ്പിച്ചു. കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര തോന്നുമല്ലേ. നമ്മുടെ രാജ്യത്തിന്റെ ഒരു ശാപം ഈ വീഡിയോ കാണുന്ന എല്ലാവരും അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ചെവിയിൽ തേൻ പൊഴിക്കുന്ന വാക്കുകളുമായി വരുന്നവർ അതിനും ഭീകരമായ വിഷം ഉള്ളിൽ ഒളിപ്പിച്ചായിരിക്കും വരുന്നത്. ഉദാഹരണത്തിന് മുല്ലപ്പൂ വിപ്ലവം കേൾക്കാൻ നല്ല പേരല്ലേ. അതിഭീകരമായ ഒരു ഇസ്ലാമൈസേഷൻ നടന്ന ഒരു കലാപത്തിനിട്ടിരിക്കുന്ന പേരാണ് മുല്ലപ്പൂ വിപ്ലവം. അതുപോലെ രാഹുൽ ഗാന്ധി ഇവിടെ ഒരെണ്ണം കൊണ്ടുനടപ്പുണ്ട്, സ്നേഹത്തിന്റെ കടാകൊട എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് സംസാരിക്കാം. ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിക്കൊണ്ട് ജമ്മു കാശ്മീരിനെ രണ്ടായിട്ട് വിഭജിച്ച് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റി. എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി ജമ്മു കാശ്മീരിലും സമാധാനം പുനഃസ്ഥാപിച്ചു. അതുപോലെ തന്നെ ലഡാക്കിൽ ഇക്കണ്ട കാലം മുഴുവൻ ഭരിച്ച കോൺഗ്രസ് നൽകിയിട്ടില്ലാത്ത രീതിയിലുള്ള വികസനങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ നൽകി എന്ന് അടിവരയിട്ട് നമുക്ക് പറയാൻ കഴിയും. കാരണം ഒരു മഞ്ഞുകാലം വന്നു കഴിഞ്ഞാൽ ജമ്മു കാശ്മീരും ലഡാക്കും ഈ ശ്രീനഗർ എന്ന് പറയുന്ന സ്ഥലം ശരിക്കും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും ഒരു കണക്ഷനും ഇല്ലാതെ 6 മാസത്തോളം മൂടിക്കിടക്കും. അവിടേക്ക് അടൽ ടണൽ, സോജില ടണൽ, അങ്ങനെ ടണലുകൾ നിർമ്മിച്ചുകൊണ്ട് എപ്പോഴും വണ്ടി സർവീസുകൾ എത്തുന്ന രീതിയിൽ, അതുപോലെ തന്നെ ചൈനയുമായി അതിർത്തി പ്രശ്നങ്ങളുള്ള മേഖലകളിൽ ആ അതിർത്തിയോട് തൊട്ടടുത്ത് വരെ ഉന്നത നിലവാരത്തിൽ പാറ്റൻ ടാങ്കിന് പോലും പോകാൻ പറ്റുന്ന റോഡുകൾ നിർമ്മിച്ചതും ഇപ്പോ BJP വന്നിട്ടാണ്. പക്ഷെ അവിടെ ഉള്ള വാഴകളുടെ ഒരു വിചിത്ര ന്യായീകരണം എന്താന്ന് വെച്ചാൽ, കേന്ദ്ര സർക്കാർ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെക്കണം. കാരണം എന്ന് വെച്ചാൽ അത് ലഡാക്കിന്റെ പാരിസ്ഥിതിക ഘടകങ്ങളെ ബാധിക്കുന്നു, ഇവർക്ക് വെള്ളം കിട്ടൂല. ഈ ലഡാക്ക് കാർഗിൽ ഉൾപ്പെടുന്ന മൊത്തം മേഖലയിലൂടെ ആകപ്പാടെ ഉള്ളത് 2.5 ലക്ഷം പേരാണ്. അതിൽ 1.5 ലക്ഷം പേരും കാർഗിലിലോട്ട് ചേർന്നിട്ടുള്ള ഭാഗത്തേക്കാണ്. 1 ലക്ഷം പേരാണ് ഈ ലഡാക്ക് എന്ന പ്രദേശത്തുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാല് ഒഴുകുന്ന മഞ്ഞുകൾ, പുഴ ഒഴുകൂലേ, പുഴയ്ക്ക് പോലെ തന്നെ മഞ്ഞ് ഒഴുകും, അതാണ് ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും മഞ്ഞ് കിടക്കുന്ന സിന്ധു നദി പോലുള്ള ഒരു വലിയ നദി ഒഴുകുന്ന ഇവർക്ക് ഈ 1 ലക്ഷം പേർക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടൂലെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അത് കൂടാതെ അവിടെ ലേയിൽ എയർപോർട്ട് വരുന്നു. ഈ 1 ലക്ഷം പേരുള്ള ഈ സ്ഥലത്തേക്കാണ് ഈ എയർപോർട്ട് നിർമ്മിക്കുന്നത്, ഓർക്കണം. പിന്നെ നല്ലൊരു ടൂറിസ്റ്റ് മേഖല ആയതുകൊണ്ട് സർക്കാർ അതിലൂടെ വലിയ വികസനം ആ നാട്ടിലുള്ള ജനങ്ങളും കാണുന്നു. ഈ ജെൻസി പ്രക്ഷോഭം എന്നൊക്കെ പറഞ്ഞ വെറുതെയാണ്. അത് സോഷ്യൽ മീഡിയയിലൂടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് കിട്ടുന്നത് നോക്കിയിരിക്കുന്ന വിദേശ ശക്തികൾ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ പടച്ചുവിടുന്ന ചില നുണകളാണ്. അതെ, നേപ്പാളിൽ ജെൻസി കലാപം നടന്നല്ലോ, അപ്പൊ അതിന്റെ ഒരു ജനറേഷൻ സെഡ് കലാപം ഇന്ത്യയിൽ നടന്നു. മോദി ഭരണത്തെ അട്ടിമറിച്ച് വാഴയ്ക്ക ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിരിക്കണം. ഒന്നും നടക്കില്ല, ഒന്നും നടത്തേണ്ട കാര്യമില്ല. കാരണം അനവധി കലാപങ്ങൾ കണ്ടും കലാപങ്ങളുടെ പഴി കേട്ടും കലാപങ്ങളിൽ പെട്ടും ഒക്കെ ഇരുമ്പാലയിൽ അടിച്ച് പരത്തി ഊതി വെള്ളത്തിലിട്ട് തണുപ്പിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഇരുമ്പ് കഷ്ണമാണ് രാജ്യം ഭരിക്കുന്നത് മിസ്റ്റർ നരേന്ദ്രമോദി. അതിനൊരു നല്ല ഇരുമ്പിന്റെ കൈപ്പിടിയുണ്ട്. കൈപ്പിടിയുടെ പേരാണ് അമിത്ഷാ. ഈ 2 കൈപ്പിടികളും ഉള്ള ആ കോടാലി അങ്ങനെ നീട്ടി പിടിക്കാൻ പറ്റിയ ഒരാളും കൂടെ ഉണ്ട്, അതാണ് രാജ്നാഥ് സിംഗ്. അപ്പൊ ഇതെല്ലാം കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ സോനു വാങ്ചുക്കിനെ പോലെയുള്ള ഉഡായിപ്പ് ടീമുകൾ, ഈ ഉഡായിപ്പ് എന്ന് പറയുമ്പോൾ ഇവന്മാര് സാമൂഹിക പരിഷ്കർത്താവ്, സാമൂഹിക വിപ്ലവകാരി, സാംസ്കാരിക നായ, ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറിയിലോട്ട് വരും. ഒരാളുടെ പേര് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടരുത്, പേര് മേധാ പട്കർ. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആന്തോളനങ്ങൾ, മോദി ഇവരെ കളിയാക്കി ആന്തോളൻ ജീവി എന്ന് പറയും. അപ്പൊ ഈ ആന്തോളനം നടത്തി നർമ്മദ എന്ന നദിയുടെ കുറുകെയുള്ള ഡാമിന്റെ ഉയരം അങ്ങോട്ട് കൂട്ടാൻ ഇവർ കുറെ കാലം തടസ്സം. ഇവർ പറഞ്ഞ് 100-400ഓളം ആദിവാസികളുള്ള മേഖലകൾ വെള്ളത്തിന്റെ അടിയിലായിപ്പോ. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഡാമുകളൊക്കെ വന്നപ്പോ ആദിവാസി മേഖലകളൊന്നും വെള്ളത്തിന്റെ അടിയിൽ ആയില്ല എന്നാണ് ഇവർ കരുതുന്നത്. വനം മുങ്ങിപ്പോയില്ല എന്നാണ് ഉള്ളത്. പക്ഷെ ഗുജറാത്തിലേക്ക് അത് വരാതിരിക്കാൻ അവർ പരമാവധി ശ്രമിച്ചു. ഇപ്പോൾ പക്ഷേ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം, അന്ന് ഇവരുടെ സമരം നടക്കുമ്പോൾ മോദി മുഖ്യമന്ത്രിയായിരുന്ന തുടക്കകാലത്ത് അടൽജി ആയിരുന്നു പ്രധാനമന്ത്രിയെങ്കിലും പിന്നീട് അങ്ങോട്ട് മൻമോഹൻ സിംഗ് ആയിരുന്നു. ആ ഫയൽ തൊട്ടുപോലും നോക്കിയിട്ടില്ല എന്നതാണ് സത്യം. ആ പ്രോഗ്രാം ഒന്നും ചെയ്യാൻ പറ്റില്ല. വലിയൊരു കനാൽ പ്രൊജക്ടിലൂടെ വേസ്റ്റ് ആയി കിടന്ന ഗുജറാത്തിന്റെ എല്ലാ ലാൻഡുകളിലേക്കും സഫീഷ്യന്റ് ആയിട്ട് വെള്ളം എത്തിക്കാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. പക്ഷെ ഇനിയും ധാരാളം വെള്ളം വേണം. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ ഡാമിന്റെ ഉയരം കൂട്ടണമായിരുന്നു. അതിന് ഈ ടൂളിന്റെ പേരാണ് ഞാൻ പറഞ്ഞത്, മേധാ പട്കർ, കുറെ ശ്രമിച്ചു. പക്ഷെ ഇപ്പോഴോ
ഉയരം കൂട്ടി, സഫീഷ്യന്റ് ആയിട്ട് വെള്ളം എത്തി, ആ ആദിവാസി മേഖലയിലുള്ളവരെല്ലാം പുനരധിവസിപ്പിച്ചു, അവരെല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നു. അതുമാത്രമല്ല, ഒരു വികസനം പോലും എത്തിയിട്ടില്ലാത്ത, തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു സ്ഥലത്താണ് ഇപ്പൊ നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ ഉയർന്നു നിൽക്കുന്നത്. ആ നാടിന്റെ മാറ്റം സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളി ചെറുതായിട്ടൊരു സംഘി പട്ടം കെട്ടി വരെയാണ്, മിക്കവാറും ചാപ്പ അടിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറെ ആന്തോളൻ ജീവികൾ, ചില പൊതു താല്പര്യ ടീമുകൾ, എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടുന്നത് ഒരു കാരണവശാലും നമ്മുടെ രാജ്യം ഇപ്പോൾ അമേരിക്കയും യൂറോപ്പിനെയൊക്കെ വെല്ലുവിളിച്ചിരിക്കുന്നു, ചൈനയൊക്കെ വെല്ലുവിളിച്ചൊക്കെ നമ്മൾ നിൽക്കുക. ഇങ്ങനെയൊന്നും ഈ നാടാകാൻ പാടില്ല എന്ന് കരുതുന്ന കുറെ എണ്ണമുണ്ട്. അതിൽ ഒന്നാം നമ്പർ നമ്മുടെ രാഹുൽ ഗാന്ധി തന്നെയാണ്. പുള്ളിയുടെ വിശ്വാസ്യതയൊക്കെ പോയി. പുള്ളി എന്ത് വാഴയ്ക്കാണ് പറയുന്നത് പുള്ളിക്കും അറിയാൻ പാടില്ല. പുള്ളി ചിലപ്പോൾ രാവിലെ എഴുന്നേക്കും, ഇവിടെ വോട്ട് ചോരി, മറ്റേ വോട്ട് കട്ടോരി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി നേരെ തായ്ലാന്റിലോട്ട് മലേഷ്യയിലോട്ട് എന്തിനാണ് പോണെന്ന് ഞങ്ങൾക്കറിയില്ല. ഇനി അത് നമ്മൾ പ്രതിപക്ഷ നേതാവായതുകൊണ്ട് ആ കക്ഷത്തെ ഞങ്ങൾ തൽക്കാലം വിടുന്നു. കാര്യം ബുദ്ധിശൂന്യനായ ഒരാളെ പറ്റി നമുക്ക് കാര്യങ്ങൾ പറയുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പൊ ഇങ്ങനെ ഉള്ള ആന്തോളൻ ജീവികളുടെ കൂട്ടത്തിലുള്ള ഒരുത്തനാണ് ഈ സോനു വാങ്ചുക്. ഇവ ഇടയ്ക്ക് പാകിസ്ഥാനിൽ പോയി, എന്ത് വാഴയ്ക്ക്. അതുപോലെ തന്നെ നമ്മുടെ ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റോ പ്രധാനമന്ത്രി, അയാൾ എന്താണെന്നുള്ള ഉപദേശകൻ എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും യൂനുസുമായിട്ട് തോളിക്കായിട്ട് പുള്ളി കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുന്നു. ഇയാൾ എന്തിനു പാകിസ്ഥാനിൽ പോയി, അത് കഴിഞ്ഞ് വന്ന് ഇയാളുടെ സമരം. അപ്പൊ ഇയാളിപ്പോ വലിയ പുണ്യാള സംഗതി, പുള്ളി പട്ടിണി കിടന്ന് ചാവും. കേന്ദ്ര സർക്കാർ മൈൻഡ് പോലും ചെയ്യുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് സംസ്ഥാന പദവി കൊടുത്തു കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി കൊടുക്കേണ്ടി വരും. അങ്ങനെ ജമ്മു കാശ്മീരിനും ലഡാക്കിന് സംസ്ഥാന പദവി കൊടുത്തു കഴിഞ്ഞാൽ ഈ സംസ്ഥാന പദവി ഇല്ലാഞ്ഞിട്ട് പോലും പഹൽഗാമിൽ ടൂറിസ്റ്റുകൾക്ക് തുറന്നു കൊടുത്ത കേന്ദ്രത്തെ അറിയിക്കേണ്ടതായിരുന്നു. പക്ഷെ അത് അറിയിച്ചില്ല ആര്? ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി. അതിന്റെ ഫലമാണ് 26 പേരെ മതം നോക്കി പാകിസ്ഥാനി മുസ്ലിം ഭീകരവാദികൾ കൊന്നത്. അപ്പൊ ഇനി ഒന്നുകൂടെ അവിടെയുള്ള സൈന്യത്തിന്റെ പവറൊക്കെ ഒന്ന് കുറച്ച്, സ്റ്റേറ്റിന്റെ പവറൊക്കെ ഒന്ന് കൂട്ടി, ഗവർണർ ജനറലിന്റെ പവറൊക്കെ കുറച്ച് ഇവർക്ക് ആവശ്യം പോലെ ആൾക്കാരെ വലിച്ചു കയറ്റണം, പഴയ പോലുള്ള പരിപാടികൾ ആരംഭിക്കണം. അപ്പൊ അതിനു വേണ്ടി അണ്ണന്മാരെല്ലാം കൂടെ ചേർന്നതാ. ഈ സോനു വാങ്ചുക്കിന്റെ പുറകിൽ വേറെ കുറെ പാകിസ്ഥാനി ബേസ്ഡ് അതുപോലെ തന്നെ കാശ്മീർ ബേസ്ഡുള്ള ആൾക്കാരും ഉണ്ട്. നിങ്ങൾക്കറിയാം 2019 കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയപ്പോൾ സോണിയാഗാന്ധിയെ വറുത്തു കോരിയ ലഡാക്കിന്റെ MP. പക്ഷെ പകരം ഇപ്പോഴൊരു MP ഉണ്ട്, അതൊരു മുസ്ലിമാണ്. പുള്ളിയെ പറ്റി ആരെങ്കിലും വല്ലതും പറയുന്നത് നിങ്ങൾ കേട്ടോ? പറയത്തില്ല, കേരള ചാനലുകൾ മിണ്ടത്തില്ല. അതുപോലെ തന്നെ ഈ സോനു വാങ്ചുക് പറയണത് വേണം നിങ്ങൾ. Nepal la yung stewdo, Bangladesh la yung stewdo, Sri Lanka yung stewdo, miman se gyurja kyongan optene, chik China tene kyongan op samaragale. അതാ ബംഗ്ലാദേശിലേക്ക് നോക്കൂ, നേപ്പാളിലേക്ക് നോക്കൂ, ശ്രീലങ്കയിലേക്ക് നോക്കൂ. എന്നിട്ട് പാവപ്പെട്ട പട്ടിണി കിടന്ന് ചാവുമെന്ന് അറിഞ്ഞപ്പോൾ ഇവന്മാർ കലാപം ഉണ്ടാക്കി ആ ഗ്യാപ്പിൽ പുള്ളി അങ്ങോട്ട് നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഇത്രയും സംഗതി ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതാണ് സംഭവിച്ചത്. കോൺഗ്രസിന്റെ ഒരു കൗൺസിലർ കട്ടപ്പാരയ്ക്ക് എടുത്ത് ഇറങ്ങി പുള്ളി ഓൾറെഡി ഞാൻ BJP ഓഫീസ് കത്തിക്കും എന്നൊക്കെ പറഞ്ഞ് കത്തിക്കും ചെയ്തു. ഇത് കേട്ട് നമ്മളിവിടെ കുറെ പേർക്ക് സന്ദേശം, BJP ഓഫീസിൽ ലഡാക്കിൽ കത്തിച്ചു. അതുകൊണ്ട് അപ്പോൾ BJP ഓഫീസ് കത്തിക്കുക, നാട്ടിൽ കിടക്കുന്ന പോലീസിന്റെ വണ്ടികൾ ആക്രമിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ഈ രാജ്യത്തോടുള്ള സ്നേഹം? അതും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിന് സംസ്ഥാന പദവി കിട്ടിയിട്ട് ഇപ്പൊ എന്ത് മലമറിക്കാനാണ്? ഷെഡ്യൂൾ 6 പെടുത്താൻ ശരി, ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് ആനുകൂല്യങ്ങൾ കിട്ടും. ഈ സംഗതിയാണ് മനസ്സിലാവുന്നത്. സംസ്ഥാന പദവി കിട്ടിയിട്ട് എടോ, ഇന്ത്യയിൽ സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ട സർക്കാരാണ് കോൺഗ്രസ് സർക്കാരുകൾ. എത്ര എണ്ണം? 34, 134, അൺകൗണ്ടബിൾ, എനിക്കറിയില്ല. അത്രയും സർക്കാരുകളെ ജനങ്ങൾ കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് വോട്ട് ചെയ്ത് ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുത്ത സർക്കാരുകളെ നിഷ്കരണം പുറത്താക്കിയവന്മാരാണ് കോൺഗ്രസ് സർക്കാരുകൾ. എന്നാൽ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ പോലും ഒരു തവണ പോലും സസ്പെൻഡ് ചെയ്യാത്ത സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ, BJP സർക്കാർ. പക്ഷേ മറ്റവന്മാര് സ്നേഹത്തിന്റെ കൊട, ജനാധിപത്യത്തിന്റെ സംരക്ഷകർ, പിന്നെ മറ്റൊരു സാധനം കൈക്കൊണ്ടൊരു ചുവന്ന ബുക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ അകത്ത് താള് മാത്രമേ ഉള്ളൂ, ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. അതിൽ എത്ര പേപ്പർ ഉണ്ടെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി മൊണ്ണ നിന്ന് മിഴിക്കുന്നുണ്ടായിരുന്നു. ആംനസ്റ്റി ഇന്റർനാഷണൽ, BBC, അൽ ജസീറ, പിന്നെ ഇതുപോലെ സോനു വാങ്ചുക്, മേധാ പട്കർ, അരുന്ധതി റോയ്, സാറ ജോസഫ്, ഇങ്ങനെ കുറെ ഈ രാജ്യത്തിന്റെ വളർച്ച അസൂയോടെ നോക്കിക്കാണുകയും അതിന്റെ കടക്കൽ വിഷമൊഴിക്കുകയും ചെയ്യുന്ന ഇത്തരം വിഷജീവികൾ, വിഷ സംഘടനകളോടാണ് പറയാനുള്ളത്. ജെൻസി എന്നല്ല, ഇന്ത്യയിലെ ഒരു തലമുറയും നിങ്ങളെ കൂടെ നിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ ഇനിയും ഈ കാര്യങ്ങൾ ഉച്ചത്തിൽ പറയും. നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾ എത്രത്തോളം ദ്രോഹിക്കുന്നു എന്ന് ഞങ്ങൾ പറയും. ഈ രാജ്യത്തിലെ ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങളെ ലംഘിച്ചുകൊണ്ട് അടിച്ചമർത്തിയവരെയും കൊന്നൊടുക്കിയവരെയും വീണ്ടും അധികാരത്തിൽ എത്തിക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ വിഷജീവികളും വിഷ സംഘടനകളും ഈ രാജ്യത്ത് നിലനിൽക്കുന്നതെന്ന് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ പറയും. എൻ്റെ സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ ദീർഘവീക്ഷണത്തോടു കൂടി കണ്ണു തുറന്ന് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ
ഈ വിഷജീവികളുടെ സ്നേഹത്തിന്റെ കടയ്ക്ക് പിന്നാലെ നിങ്ങൾ പോയാൽ നമ്മളെ വരും തലമുറയ്ക്ക് തീരാത്ത നഷ്ടം നിങ്ങൾക്ക് നൽകേണ്ടി വരും. വാണി, എച്ചരി.